എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ വീഡിയോ എഡിറ്റിങ്ങിന് പറ്റിയിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പോൾ ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് അക്കൗണ്ട് ഒക്കെ തുടങ്ങിയിട്ട് നമുക്കിങ്ങനെ മസ്റ്റായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു സ്കില്ലാണ് ഈ ഒരു വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന വീഡിയോസൊക്കെ നമുക്ക് ഡയറക്റ്റ് കയറി ഗാലറിയിൽ നിന്ന് എടുത്ത് യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതിനെ കുറച്ചൊന്ന് പൊടിയൊക്കെ തട്ടി തൂത്തെടുത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. കാരണം ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ VN ആപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഈ താഴെ കാണുന്ന പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ന്യൂ പ്രോജക്റ്റ് എന്ന് വരും. ഈ ന്യൂ പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും ജസ്റ്റ് സേവ് കൊടുക്കുക. ഇപ്പോൾ കാണുന്നത് നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെയാണ്. അപ്പോൾ ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ സൈഡിലോട്ട് പോവുക, വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാറ്റി മാറ്റി നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് 2-3 വീഡിയോസ് ഗാലറിയിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ എടുത്ത വീഡിയോസൊക്കെ ഇങ്ങനെ ഓരോരോ ക്ലിപ്സ് ആയിട്ട് വന്ന് കിടക്കും. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പം എനിക്ക് ഈ ലാസ്റ്റ് കാണുന്ന വീഡിയോ ആയിരുന്നു എനിക്ക് ഫസ്റ്റ് വരേണ്ടത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഫ്രണ്ടിലാക്കി ഇടാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം കറക്റ്റ് ഓർഡറിൽ ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം ഇനി ട്രിം ഓപ്ഷനാണ്. അതായത് നമുക്ക് ചില ക്ലിപ്സിൽ ചില ഭാഗങ്ങൾ വേണ്ടായിരിക്കും. അപ്പം നമുക്കിപ്പം ആദ്യത്തെ കുറച്ച് ഭാഗമാണ് വേണ്ടാത്തതെങ്കിൽ നമ്മൾ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റിലോട്ട് ആ ക്ലിപ്പിന് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് കൊടുക്കുമ്പം ആ വേണ്ടാത്ത ഭാഗം പൊക്കോളൂ. പിന്നെ അതുപോലെ ഇപ്പം ആ വീഡിയോയുടെ എൻഡിങ്ങിലാണ് നമുക്ക് എന്തെങ്കിലും വേണ്ടാത്തതായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ജസ്റ്റ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റിലോട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ അതും പൊക്കോളൂ. അപ്പോൾ ഇതാണ് ട്രിം ഓപ്ഷൻ. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് വോളിയം ഓപ്ഷൻ നോക്കാം. അതായത് ഇപ്പം നമ്മൾ എടുത്തിട്ടിരിക്കുന്ന ഈ വീഡിയോസിൻ്റെ ഒക്കെ വോളിയം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന ആ വോളിയം ബട്ടണിൽ ആണ് ഇത് ചെയ്യേണ്ടുന്നത്. ഇപ്പം നമുക്കിതെല്ലാം ഈ വീഡിയോസിൻ്റെ ഒന്നും ഓഡിയോ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ മ്യൂട്ട് ബട്ടൺ എനേബിൾ ആക്കി ഇട്ടാൽ മതി. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പം പിന്നെ നമുക്ക് അതിൻ്റെ ഫുൾ ഓഡിയോസ് നമുക്ക് കേൾക്കാൻ പറ്റില്ല. പിന്നെ നമുക്കിപ്പോൾ ഓരോ ക്ലിപ്പിനും വോളിയം അഡ്ജസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആ ക്ലിപ്പിന് ഇപ്പം ഞാൻ വോളിയത്തിൽ ക്ലിക്ക് ചെയ്താൽ താഴെ കാണുന്ന കണ്ടോ കുറേ ടൂൾസ് ഇല്ലേ? അപ്പോൾ ആ താഴെ കാണുന്നതിൽ സ്പീഡിൻ്റെ ഇപ്പുറത്തൊരു വോളിയം എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ വോളിയം ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതായിട്ട് കാണിക്കും. അപ്പോൾ നമുക്കിപ്പം മ്യൂട്ടാണ്, ആ ഫസ്റ്റ് ക്ലിപ്പിന് മ്യൂട്ടാണ് എനിക്ക് വേണ്ടത്, സൗണ്ട് എനിക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് 0 വരെ എത്തിച്ചാൽ അത് മ്യൂട്ടായി കിടക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് റൈറ്റ് സൈഡിൽ കാണുന്ന ആ മ്യൂട്ട് ബട്ടൺ എനേബിൾ ചെയ്തിട്ടാലും മതി. അപ്പോൾ നമുക്ക് പിന്നെ അതിൻ്റെ ഓഡിയോ കേൾക്കില്ല. അപ്പോൾ ഫസ്റ്റ് ക്ലിപ്പ് ഇപ്പം ഞാൻ മ്യൂട്ടാക്കി ഇട്ടേക്കുവാണ്. ഇനിയിപ്പോൾ എനിക്ക് സെക്കൻഡ് ക്ലിപ്പിന് എനിക്ക് ഓഡിയോ വേണമെന്നുണ്ടെങ്കിൽ അത് അതേ കണക്ക് നമുക്ക് ഇതേ കണക്ക് തന്നെ ചെയ്യാവുന്നതാണ്. അതിലിപ്പോൾ ഓൾറെഡി വോളിയം ഉണ്ട്. അപ്പം ഞാനത് ജസ്റ്റ് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഇനി തേർഡ് ക്ലിപ്പിന് എനിക്ക് ഇതേ കണക്ക് മ്യൂട്ടാവണം. അതിൻ്റെ വീഡിയോ സൗണ്ട് എനിക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഇതുപോലെ തന്നെ ആ കാണുന്ന ടൂൾസിൽ വോളിയം ക്ലിക്ക് ചെയ്യുക, മ്യൂട്ടാക്കുക. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ അല്ലേ? ഫസ്റ്റ് നമ്മൾ വീഡിയോസൊക്കെ കറക്റ്റായിട്ടൊന്ന് അറേഞ്ച് ചെയ്തിട്ടു, പിന്നെ അതിനെ ഒന്ന് ട്രിം ചെയ്തു, പിന്നെ അതിൻ്റെ വോളിയം ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് സ്പ്ലിറ്റ് ഓപ്ഷനാണ്. അതായത് നമ്മൾ ഫസ്റ്റ് ട്രിം ചെയ്തിരുന്നല്ലോ, അത് ജസ്റ്റ് ഇപ്പോൾ ഒരു ക്ലിപ്പിൻ്റെ 2 അറ്റത്തുള്ളത് മാത്രമേ നമുക്ക് ട്രിം ചെയ്ത് മാറ്റാൻ പറ്റൂ. അതല്ല, ഇനി നമുക്കിതിൻ്റെ നടുക്ക്, ഒരു ക്ലിപ്പിൻ്റെ നടുക്കുള്ള എന്തെങ്കിലും ഭാഗം ട്രിം ചെയ്ത് മാറ്റണമെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ഓപ്ഷനാണ് ഉള്ളത്. അത് ഈ താഴെ കാണുന്ന ട്രിം FX സ്പ്ലിറ്റ്. അപ്പോൾ ആ സ്പ്ലിറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിപ്പോൾ കണ്ടോ 7.6 ഉണ്ടായിരുന്ന ഡ്യൂറേഷൻ ഉണ്ടായിരുന്ന വീഡിയോ ഇപ്പം 3.91, 3.78 അങ്ങനെ 2 വീഡിയോ ക്ലിപ്സ് ആയിട്ട് മാറി. ഇനി നമുക്ക് എവിടെയാണോ, ഇപ്പോൾ എനിക്ക് രണ്ടാമത്തെ ക്ലിപ്പിൻ്റെ കുറച്ച് ഭാഗമാണ് ട്രിം ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ വീണ്ടും അത് എവിടെയാണെന്നൊരു ഏകദേശം ഐഡിയ ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് അവിടെ ആ ലൈൻ കൊണ്ട് വെച്ചിട്ട് വീണ്ടും സ്പ്ലിറ്റ് ആക്കും. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പം ഒന്നും കൂടെ അവിടെ കൊണ്ടുവച്ചിട്ട് സ്പ്ലിറ്റ് ആക്കുക. എന്നിട്ട് ആ ഇപ്പം നടുക്കത്തെ പീസാണ് എനിക്ക് വേണ്ടാത്തത്. അപ്പോൾ അത് ഞാൻ താഴെ കാണുന്ന ഡിലീറ്റ് ബട്ടൺ കണ്ടോ, സ്പ്ലിറ്റിൻ്റെ ഇപ്പുറത്ത് തന്നെ ഡിലീറ്റ് ഉണ്ട്. അപ്പോൾ ആ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം അത്രയും ഭാഗം പോയി. നമുക്കിപ്പോൾ വേണ്ടുന്ന കുറച്ച് ക്ലിപ്സ് മാത്രമേ ഈ 2 ഇതിലും ഉള്ളൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് വീഡിയോയുടെ സ്പീഡ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാം. അതായത് ചില വീഡിയോസ് നമ്മൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഭയങ്കര സ്ലോ മോഷനിൽ കയറി വന്നിട്ട് പെട്ടെന്നൊരു സ്പീഡ് കൂടും, പിന്നെ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്പീഡ് കുറയും. അപ്പോൾ ആ ഒരു വേരിയേഷനൊക്കെ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോ ക്ലിപ്പ് സെലക്ട് ചെയ്യുക, എന്നിട്ട് താഴെ കാണുന്ന സ്പീഡ് ബട്ടൺ എടുക്കുക. അപ്പോൾ അതിനകത്ത് നമ്മൾ സ്പീഡ് ബട്ടൺ എടുക്കുമ്പോഴത്തേക്കും കുറേ ഇങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. കർവ്, റെഗുലർ,
അപ്പോൾ ഈ കേർവ്സിൽ ഇവർ തന്നെ ഇൻബിൽഡായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഡിസൈൻസ് ഒക്കെ കാണാം. അതല്ല കസ്റ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ വീഡിയോയുടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് ഈ ബുള്ളറ്റ്സ് അങ്ങോട്ട് കുറച്ച് മേളിലോട്ട് കൊടുക്കുക, ചില സ്ഥലത്ത് എത്തുമ്പോൾ അതിനെ വലിച്ച് താഴോട്ടാക്കുക. അപ്പോൾ അത് ഇങ്ങനെ കൂടി കുറഞ്ഞ് ഇറങ്ങി കയറി അങ്ങനെയൊക്കെ പോവും. ആ വീഡിയോയുടെ ഒരു മോഡ് അങ്ങനെ അങ്ങ് പോവും. അതല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ സ്പീഡിൽ ക്ലിക്ക് ചെയ്യുമ്പം ഇതിങ്ങനെ റെഗുലർ എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ജസ്റ്റ് നമുക്ക് ഒരേ പേസിൽ പോകും കേട്ടോ. അതായത് ഇങ്ങനെ കൂടി കുറഞ്ഞൊന്നും പോവില്ല. ജസ്റ്റ് നമുക്ക് 2x മോഡിലാക്കാം, 3x മോഡിലാക്കാം, അങ്ങനെ. അപ്പോൾ ഇതാണ് സ്പീഡിൻ്റെ കാര്യങ്ങൾ. ഇനിയിപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ, ഇപ്പം ഞാനിപ്പോൾ അറിയാതെ സ്പ്ലിറ്റ് ചെയ്ത് എനിക്കത് ചെയ്യണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് അൺഡു ചെയ്യാം. അതിന് മുകളിൽ കാണുന്ന ആരോ ബട്ടൺ ഉണ്ടല്ലോ, അതാണ് അൺഡു ഓപ്ഷൻ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വീഡിയോസൊക്കെ പഴയതുപോലെ തന്നെ ആവും. ഇനി നമ്മുടെ വീഡിയോയ്ക്ക് കുറച്ച് എഫക്റ്റും, അതായത് കുറച്ച് മാസ് ഫീലൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഫക്ട്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ വരുന്ന സമയത്ത് എനിക്കത് മേളിൽ നിന്ന് താഴോട്ട് വരണം, അല്ലെങ്കിൽ താഴെ നിന്ന് മേളിലോട്ട്, അല്ലെങ്കിൽ സൈഡിൽ നിന്ന് ലെഫ്റ്റ് റൈറ്റ് വരണം, അങ്ങനെയൊക്കെയുള്ള എഫക്റ്റ് കൊടുക്കാനായിട്ട് ഈ താഴെ കാണുന്ന ഫീച്ചേഴ്സിൽ എഫക്ട്സ് എടുക്കുക. എഫക്ട്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൽ സ്പിൻ 2, സ്പിൻ 3, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഡ്യൂറേഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ചില ഫീച്ചേഴ്സിന്, അതായത് ചില എഫക്ട്സിന് 1 സെക്കൻഡേ കാണും, ചിലതൊക്കെ 5 സെക്കൻഡ് വരെ കാണും. അപ്പോൾ അതനുസരിച്ചിട്ട് അത് സെറ്റ് ചെയ്യും. എനിക്ക് അടുത്ത ക്ലിപ്പിന് വേണമെന്നുണ്ടെങ്കിൽ ആ ക്ലിപ്പ് സെലക്ട് ചെയ്യുക, വീണ്ടും എഫക്ട്സ് എടുക്കുക, ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫീച്ചർ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വീഡിയോയ്ക്ക് കുറച്ചുകൂടെ ഒരു എഫക്റ്റ് ഒക്കെ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇനി വീഡിയോയ്ക്ക് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കണം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്നുണ്ടോ, പ്ലേ ബട്ടൻ്റെ താഴെ ടാപ്പ് ടു ആഡ് മ്യൂസിക്, ഈ ഓപ്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെ 3 ഓപ്ഷൻസ് വരും: മ്യൂസിക്, സൗണ്ട് എഫക്ട്സ്, റെക്കോർഡ്. അപ്പോൾ ഓൺ വോയിസ് ഒക്കെ കൊടുക്കുന്നവർക്ക് റെക്കോർഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ റെക്കോർഡ് ഓപ്ഷൻ എടുക്കുമ്പോഴത്തേനും ഇങ്ങനെ ജസ്റ്റ് കാണിക്കും 3, 2, 1 ഇങ്ങനെ കാണിച്ചു കഴിയുമ്പോഴത്തേനും നമ്മൾ പറയാനുള്ള കഥകളൊക്കെ പറഞ്ഞ് ഫുൾ വോയിസ് നമുക്ക് റെക്കോർഡാക്കി എടുക്കാം. ഓക്കെ. അത് കഴിഞ്ഞ് നമുക്ക് വേറെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും ടാപ്പ് ടു ആഡ് മ്യൂസിക് എടുക്കുക, അതിൽ മ്യൂസിക് ഓപ്ഷൻ എടുക്കുക. അപ്പോൾ അതിൽ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് കാണും. മ്യൂസിക് മുകളിൽ കാണുന്നില്ലേ, ഫേവറേറ്റ്, മൈ മ്യൂസിക്. അതിൽ മ്യൂസിക് എടുക്കുമ്പോൾ ഇവരുടെ VN ആപ്പിൻ്റെ തന്നെ കുറേ സോങ്സ് ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് പോയിട്ട് മ്യൂസിക്, ഫേവറേറ്റ്, അടുത്ത മൈ മ്യൂസിക്, ഈ ഓപ്ഷൻ എടുക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും മ്യൂസിക് അല്ലെങ്കിൽ പാട്ടൊക്കെ നമ്മുടെ ഗാലറിയിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എടുക്കാം. അപ്പോൾ അതിന് എക്സ്ട്രാക്ട് ഫ്രം വീഡിയോ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഗാലറിയിലോട്ട് ഇത് പോകും. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഓഡിയോ ജസ്റ്റ് ഇങ്ങനെ സേവ് ചെയ്യുക. ഇവിടെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ അവർ പറയും. അപ്പോൾ അത് ഏതെങ്കിലും ഒരു ഫോൾഡറിലാക്കി ഇടുക. പിന്നെ അത് തന്നെ സെലക്ട് ചെയ്ത് ആ പാട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ വോളിയം ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ നേരത്തെ വോയിസ് റെക്കോർഡ് ചെയ്തിരുന്നതിൻ്റെ വോളിയം ഇപ്പോൾ ആഡ് ചെയ്ത് ഈ മ്യൂസിക്കിൻ്റെ ഒക്കെ വോളിയം പതുക്കെ ഇങ്ങനെ വോളിയം ബട്ടൺ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയാൽ മതി. അതനുസരിച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ആയി കിട്ടും. ഇതിപ്പം നമ്മൾ ഓൺ വോയിസ് കൊടുത്തതിൻ്റെ ഓപ്ഷനാണ്. അതിൻ്റെയും നമുക്ക് സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇനി എഡിറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ റീചെക്ക് ചെയ്യുക. എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ആ ബ്ലൂ ബട്ടൺ, ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എക്സ്പോർട്ട് ഓപ്ഷൻ വരും. എന്നിട്ട് നമുക്ക് വീഡിയോയുടെ ക്ലാരിറ്റി ഒക്കെ 4K വരെ അഡ്ജസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് താഴെ കാണുന്ന എക്സ്പോർട്ട് കൊടുക്കുമ്പോൾ ഇത് 0 to 100% ആകുമ്പോഴത്തേനും നമ്മുടെ ഗാലറിയിലേക്ക് ഈ വീഡിയോ വരും. പിന്നീട് അത് നമുക്ക് എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ, അറിയാവുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ബൈ.